ചന്ദനക്കടത്ത്, കഞ്ചാവ് കൃഷി, വന്യവിഭവ മോഷണം, അങ്ങനെ പല പല വിഷയങ്ങൾ നിറഞ്ഞു നിന്ന സമയത്താണ് പെരിയാർ ടൈഗർ റിസർവുമായി ബന്ധപ്പെട്ട് 97-ൽ എക്സ് വയന നടപ്പിലാക്കുന്നത്. അതായത് ഇത്തരം കാര്യങ്ങൾ ഏർപ്പെടുന്ന തദ്ദേശീയരെ തന്നെ കാടിൻ്റെ സംരക്ഷണം ഏൽപ്പിക്കുക എന്നൊരു ഘട്ടത്തിലേക്ക് കടക്കുകയായിരുന്നു സർക്കാർ. അത് പക്ഷേ വലിയ തരത്തിലുള്ള ഒരു മാറ്റമുണ്ടാക്കി. പെരിയാർ ടൈഗർ റിസർവിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലുള്ള മറ്റ് സംരക്ഷിത റിസർവുകളുമായി ബന്ധപ്പെട്ട ഒരു പുതിയ മാതൃക തന്നെ അത് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അങ്ങനെ എക്സ് വയനയായി നമ്മുടെ ഒപ്പമുള്ള ശ്രീ കുഞ്ഞുമോൻ, അതായത് ശ്രീ സാബു ജോർജ് നമുക്കൊപ്പമുണ്ട്. ഈ ഒരു തമാശയായിട്ട് ഞാൻ ചോദിക്കുകയാണ്, കള്ളന് തന്നെ താക്കോല് കൊടുത്താൽ കൃത്യമായി സൂക്ഷിക്കും ഒരിതുണ്ട്. അങ്ങനെ ഒരു ഉദ്യമത്തിലേക്കാണോ അന്ന് സർക്കാർ കടന്നത്? നിങ്ങളത് ഒത്തിരി വിമർശനങ്ങളുണ്ടായിരുന്നു. കള്ളൻ്റെ താക്കോല് കൊടുത്താൽ അവർ മോഷ്ടിച്ചുകൊണ്ട് പോകും എന്നൊക്കെ ഒരുപാട് ഇതുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ തെളിവാ. ഇവിടെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ട് 10 വർഷമായി. ഇപ്പം ആരും വരുന്നില്ല. ഇപ്പോൾ അഥവാ മോഷ്ടിച്ച് എന്തെങ്കിലും ഒരു ചന്ദനമോ എന്തെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയാൽ അവർ വീട് എത്തുന്നതിന് മുമ്പേ പിടിക്കപ്പെടുന്നുണ്ട്. ഈ 97-ലാണ് ഇതിലേക്ക് വരുന്നത് അല്ലേ? അപ്പോൾ 97-ന് മുമ്പ് ഈ ഞാനിപ്പോൾ കുറച്ച് കൂട്ടി പറഞ്ഞതല്ലോ, ഇതൊക്കെയാണോ ചെയ്തുകൊണ്ടിരുന്നത്? ഞങ്ങൾ കഞ്ചാവ് കൃഷിയായിട്ടൊന്നും പോയിട്ടില്ല. ബാക്കി എല്ലാത്തിനും ഞങ്ങളുണ്ടായിരുന്നു. ചന്ദനക്കടത്ത്, പോച്ചിങ്, വനപ്പെട്ട ശേഖരണം, ഇതൊക്കെ ഉണ്ടായിരുന്നു. ചന്ദനക്കടത്ത് എന്നൊക്കെ പറയുമ്പം അത് ഒരുവിധം നല്ല എങ്ങനെയാണത് അത് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്? അന്നത്തെ കാലത്ത് സ്റ്റാഫ് ഇല്ല, ഉള്ളത് കുറച്ച് പേരേ ഉള്ളൂ. ഒരു 7 പേരെടുത്തേ ഉള്ളൂ. 7 സ്റ്റാഫും കുറച്ച് ഫോറസ്റ്റർമാരും ഒക്കെ ഉള്ളൂ. അവരെ കൊണ്ട് അത് കഞ്ചാവ് കൂട്ടം വെട്ടാനല്ലാതെ ഞങ്ങള് പിടിക്കാനുള്ള സമയമില്ല അവർക്ക്. അന്ന് ഈ നെറ്റ്വർക്ക് ഉണ്ടായിരുന്നോ? അത് ഇത് എവിടെയാണ് ചന്ദനം കൊടുത്തിരുന്നത്? തമിഴ്നാട്ടിൽ കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാനായിട്ട് ഷോർട്ട് കട്ടായിട്ട് പോകാനായിട്ട് വഴി അറിയാം. ഞങ്ങൾ പോകും. അത് പക്ഷേ നല്ല ലാഭകരമായിട്ട് പോകുന്ന സമയത്താണോ? അന്നേരം ഞങ്ങൾക്കൊരു മനസമാധാനമില്ല. എന്തും ടെൻഷനാ, എന്നും എപ്പോഴും വേണേലും ഞങ്ങളെ പിടിക്കപ്പെടും എന്നൊരു ഇതിലാണ് ഞങ്ങൾ അന്നിരുന്നത്. അതുകൊണ്ട് പിന്നെ ഈ ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ ഒരു ഓഫർ തന്നപ്പോൾ ഞങ്ങൾ ആനക്കൊമ്പ് കടത്തു അതിന്റെ കൂടെ ഉണ്ടോ? അത്രയും ഇല്ല. ചന്ദനവും പോച്ചിങ്, വായനപ്പെട്ട ശേഖരണം, ഈ കഞ്ചാവ് വെട്ടുന്ന അങ്ങനെ അതൊക്കെ വേറെ ഗ്രൂപ്പുകൾ. ഈ പോർഷനകത്ത് ഇല്ലാത്ത ഒത്തിരി. ഇതൊരു നെറ്റ്വർക്ക് ആയിരുന്നു ആ സമയത്ത്? കുറെ പേരുണ്ടായിരുന്നു? ഞങ്ങളുടെ കൂടെ കുറെ പേരുണ്ടായിരുന്നു. 10-32 പേരുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങളുടെ ഒരു ഏജ് ഗ്രൂപ്പിൽ തന്നെ ആയിരുന്നു? എൻ്റെ ഏജ് എന്നെക്കാളും ഇച്ചിരി കൂടെ അതിനകത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ ഞാനായിരുന്നു. ആണോ? ഇതിനകത്ത് വരുന്ന എങ്ങനെയാ? ഇതിപ്പോൾ ഒരു ജോലി കിട്ടാണ്ട് വരുമ്പം അന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, ഇവിടെ ടൂറിസം ഇല്ല, ഒന്നുമില്ല. അന്നേരം വേറെ ജീവിക്കാൻ വേറെ മാർഗമില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇത് ചെയ്തു പോയി എന്ന് പറഞ്ഞ് ഒരിക്കലും ഫോറസ്റ്റുകാർ പിടിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. എന്നെ പിടിച്ചിട്ടില്ല. എൻ്റെ കൂടെ ഉള്ളവരെ ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ കോടതി പോകും, ജാമ്യം എടുക്കും, തിരിച്ചു വരും, വീണ്ടും അത് തന്നെ ചെയ്യും. പിന്നെ ഞാൻ പിടിക്കുമ്പോഴത്തേന് എനിക്ക് 15 കേസ് ഉണ്ടായിരുന്നു. എല്ലാം സാൻഡൽവുഡായിരുന്നു. അന്നേരം ഈ ഇത്രയും കേസിന് കോടതി പോകുമ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് വീണ്ടും അത് ചെയ്തേ പറ്റൂ. മനസ്സിലായി. അന്ന് ഈ കടത്തുന്ന എങ്ങനെയാണ്? ഇതിന്റെ രാത്രിയാണോ? രാത്രിയും പകലും ഒക്കെ പോകാം. അന്ന് അത്രയും ആൾക്കാരില്ല. പെരിയാർ ടൈഗർ റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേക്കടിയും വള്ളക്കടവും അല്ല തേക്കടിയും പെരിയാറുമായിട്ട് ഒറ്റ റേഞ്ചായിട്ടാണ് ഇരിക്കുന്നത്. എത്ര സമയം എടുക്കും? നിങ്ങൾ ഒരു ഉദ്ദേശം ഒരു ടാർഗറ്റ് നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പം ഒരു സെറ്റായിട്ട് പോയി മുറിക്കും, ഞങ്ങൾ കൊണ്ടുപോകും, വിൽക്കും. വണ്ടിയിൽ എല്ലാം ആവശ്യമില്ല. അല്ലാതെ തന്നെ ഇത് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ നേരത്ത് മാത്രമേ ഇത് ട്രസ് ചെയ്ത് കൊണ്ടുപോകാൻ നേരത്ത് മാത്രമേ വണ്ടി ഉപയോഗിക്കുള്ളൂ. ഒറ്റ ദിവസത്തെ ഓപ്പറേഷൻ ആയിരുന്നു. എന്നും മിക്കവാറും ഒരു എണ്ണം ചെയ്ത് വെച്ച് വന്നാൽ കുറെ കാശ് കിട്ടും. അത് ചിലവാക്കി തീരുമ്പം വീണ്ടും പോവും. അങ്ങനെ അപ്പം സ്വാഭാവികമായിട്ട് കുറേ പേര് ഇതിൻ്റെ ഭാഗമാണല്ലോ. അപ്പം അന്ന് ഇങ്ങനെ ഒരു എക്സ് വയന എന്ന് പറഞ്ഞു വരുമ്പോൾ പക്ഷെ ഒരുപാട് പേര് ഇതിന് മാറി നിന്നു. കുറച്ച് പേര് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇരുന്നു, ഡിപ്പാർട്ട്മെന്റ് കളിപ്പിക്കാനാന്നൊക്കെ പറഞ്ഞു നിന്നു. അവര് വേറെ ജോലിയൊക്കെ തേടിപ്പോയി. പിന്നെ കുറച്ച് പേര് ഞങ്ങളെ എതിർത്ത് നിന്നു. അവരെയൊക്കെ ഒരു സാഹചര്യത്തിൽ പിടിക്കേണ്ടി വന്നു. പിടിക്കേണ്ട വന്നവരെയും പിടിച്ചു, അല്ലാത്തവരെ മാറി വേറെ ജോലി തേടിപ്പോയവരുണ്ട്. ഡ്രൈവർമാരായിട്ട് പോയിട്ടുണ്ട്, ഗൾഫിൽ പോയവരുണ്ട്, അങ്ങനെ ഒത്തിരി. അപ്പോൾ ഇതിനകത്തേക്ക് മാറിക്കഴിയുമ്പോഴേ അതുവരെ നമ്മൾ പോകുന്നത് കടത്താനാണ്, പിന്നെ ഈ നമ്മൾ കടത്തിനെതിരാണ് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ 1-2 ദിവസമൊക്കെ അതിലൊരു കൺഫ്യൂഷനും ഒരു സംശയം ഞങ്ങൾക്ക് ആദ്യമേ തന്നെ ഒരുപാട് പെട്ടെന്ന് വില്ലൻ ഹീറോയായി സ്വന്തമായിട്ട് തോന്നി തുടങ്ങി. ഇല്ല, ഞങ്ങൾക്ക് ഒത്തിരി ട്രെയിനിങ്ങുകളൊക്കെ തന്നു. ട്രെയിനിങ്ങുകളൊക്കെ തന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഇത് മാറി ചിന്തിക്കാൻ തോന്നി. അപ്പോൾ ഈ നിങ്ങളെ വിശ്വസിച്ചേൽപ്പിക്കുകയാണ് എന്നായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക.
അത് ഉള്ളിൽ ഭയങ്കര ഒരു സന്തോഷമുണ്ടായി. അന്നേരം പത്രങ്ങളൊക്കെ ഞങ്ങളെക്കുറിച്ച് കള്ളൻ്റെ കയ്യിലെ താക്കോലേൽപ്പിക്കുന്നത് കള്ളൻ അത് കക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു. എന്നാൽ അവർക്കത് ഇനിയിപ്പം അതിന് ഇത് മനസ്സിലായല്ലോ. വീട്ടുകാർ ആ സമയത്ത് എന്ന് പറഞ്ഞപ്പം വീട്ടുകാർക്ക് അറിയായിരുന്നോ ഇങ്ങനെ കടത്തി നടത്തുന്നുണ്ടെന്ന് അറിയായിരുന്നു? വീട്ടിലൊക്കെ അറിയായിരുന്നു. വീട്ടിൽ എപ്പോഴും വീട്ടിൽ പോലും കിടക്കാൻ പറ്റൂല, ഏത് സമയത്ത് വേണേലും വന്ന് പിടിക്കപ്പെടാം. അപ്പൊ ഇതിന്ന് മാറുമ്പോ വീട്ടുകാർക്ക് സന്തോഷമായിരുന്നു. കിട്ടുന്ന പൈസ മതി, സന്തോഷമല്ലേ, കേസില്ല, ഒന്നുമില്ല. അങ്ങനെ സ്വയം ഇതുമായി. പിന്നെ ഇതിനകത്തോട്ട് പോയപ്പോഴേ പിന്നെ ഈ പാതയിലേക്ക് പോകുന്ന സമയത്ത് എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു? അതായത് ഇതേപോലെ മുമ്പ് നിങ്ങൾ ചെയ്തിരുന്ന പോലെ കാര്യങ്ങൾ ചെയ്തിരുന്ന ആൾക്കാരെ പിടിച്ചു. അത് എളുപ്പമായിരുന്നു? എളുപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. ഞങ്ങൾക്ക് എളുപ്പമായിരുന്നു, ഞങ്ങൾക്ക് ഈസി ആയിരുന്നു. നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ഏത് വഴിക്ക് പോകാം, അവൻ എന്തെല്ലാം ഉപയോഗിക്കും, ഏതെല്ലാം രീതിയിൽ പോകും എന്നുള്ളത് ഞങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യായിരുന്നു. ഈ പിടിച്ചാൽ പഴയ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു? ഓ, അപ്പം ആ സമയത്ത് ഒരു ഇമോഷണൽ ഒരു സിറ്റുവേഷൻ വന്നു. പിന്നെ ആ മാറി, ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ഒക്കെ മാറി. ഞങ്ങളിപ്പം ഡിപ്പാർട്ട്മെന്റിലുള്ളവരെ തന്നെയാ ഫ്രണ്ട്സ്. ഈ ചന്ദനക്കടത്ത് മാത്രമാണോ പിടിച്ചു കൊടുത്തത്, അതോ ഒരുപാട് കേസ്? ആനക്കൊമ്പ്, പുലിത്തോലെ, കടുവാത്തോലെ, ഇതൊക്കെ എവിടെയെങ്കിലും ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചെന്ന് അവരുമായിട്ട് കൊടുക്കുന്നോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ഒന്ന് ഒരു അഡ്ജസ്റ്റ്മെന്റ്. പക്ഷെ നിങ്ങളെ അവർക്ക് അറിയണ്ടാവില്ല, അങ്ങനെ ഇത് തീർന്നു. അന്നും അറിയായിരുന്നു. അന്നേരം ഇത്രയും മീഡിയ ഒന്നും ഇത്ര ഇതല്ല, നമ്മുടെ മൊബൈലൊക്കെ. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവൻ എന്നൊക്കെ പെട്ടെന്ന് പറയാം. അന്നൊന്നും ഇതൊന്നും. അപ്പോൾ ഇതിൻ്റെ ഒരു നെറ്റ്വർക്ക് പറഞ്ഞില്ലേ, തമിഴ്നാട്ടിലേക്ക് കൊടുത്ത ആണ് അപ്പോൾ ആ നെറ്റ്വർക്ക് എന്ത് ചെയ്തു? ഇപ്പം നിങ്ങൾ ഈ ഭാഗത്തോട്ട് മാറുകയും ബാക്കിയുള്ളവർ പിടിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ആ നെറ്റ്വർക്ക് എല്ലാം പിടിച്ചു. നെറ്റ്വർക്കിനെ മൊത്തം പിടിച്ചു, മുഴുവൻ പിടിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെ പിടിച്ചു വേറൊരു EDC ഉണ്ടാക്കി. ഞങ്ങളിലൂടെ തന്നെ ഡിപ്പാർട്ട്മെന്റ് അവിടെ ചന്ദ്രൻ വെട്ടുന്ന വേറൊരു EDC ഒക്കെ ഉണ്ടാക്കി തമിഴ്നാട്ടിൽ. അവരും ഫേമസ് ആയി. അങ്ങനെ പിന്നെ ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല. ഏതെങ്കിലും ഇപ്പോൾ അന്ന് ഈ ചന്ദന കടത്ത് നടത്തിക്കൊണ്ടിരുന്ന സമയത്തെ നമ്മളിപ്പം സിനിമയിലൊക്കെ കാണുന്ന പോലെയാണ് ഇങ്ങനെ ഭയങ്കര ചേസിങ് വരിക, ഒളിച്ചിരിക്കേണ്ടി വരിക, അങ്ങനെ തന്നെയായിരുന്നു ശരിക്കും? ഞങ്ങളന്ന് ഒളിവ് ജീവിതം തന്നെയായിരുന്നു. ഈ പണി ചെയ്യുമ്പോഴത്തേന് ഞങ്ങളെ എപ്പോൾ വേണേലും പിടിച്ചോണ്ട് പോകാം. 15 കേസുണ്ട്. മിക്കവാറും ഉള്ളതൊക്കെ 1-2 കേസൊക്കെ വാറല്ലായിരുന്നു. അന്നേരം എപ്പോൾ വേണേലും പിടിച്ചോണ്ട് പോവാം. അപ്പം എങ്ങനെയായിരുന്നു നിങ്ങൾ ഇത് ചന്ദനമൊക്കെ കടത്തി വരുമ്പോൾ? ഇപ്പോൾ വീട്ടിലോട്ട് കയറാൻ പോയാൽ വീട്ടിലും പരിശോധന നടക്കും? വീട്ടിൽ വരും, കുഞ്ഞുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കും. വീട്ടിൽ വന്ന് കയറും, അവർ പോവും. അപ്പം ഈ കിട്ടുന്ന പൈസയൊക്കെ ചെലവഴിക്കാൻ അല്ലാതെ അങ്ങ് ചെലവ്? ഇവിടുന്ന് പോയാൽ തമിഴ്നാട്ടിൽ പോയാൽ ആരും പിടിക്കാനൊന്നും വരുമല്ല, ഈസിയാ. മൊത്തത്തിൽ ഇങ്ങനെ ഒരു ഒളിവ് ജീവിതത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നതായിരുന്നു. പിടിക്കപ്പെട്ടു എന്ന് തോന്നുന്ന സമയങ്ങളോ പേടിപ്പിക്കുന്ന എന്തെങ്കിലും അനുഭവം ആ സമയത്തുണ്ട്? എൻ്റെ വീട് വളഞ്ഞ് വീട്ടിനകത്ത് ഞാനുണ്ട്. അന്നേരം അവർ മുഴുവൻ പുറത്തുകാരും വളഞ്ഞ് എന്നെ പിടിക്കാൻ തുടങ്ങി. പിടിക്കുമെന്ന് ഒന്ന് അന്നേരം ഈ ചിമ്മിനി കൂടെ എടുത്ത് ചാടി ഞാനങ്ങ് പോയി. എടുത്ത് ചാടി വലിയ തിട്ടിൻ്റെ താഴെ ചാടി. അവരാരും ചാടിയില്ല, ഞാനങ്ങ് പോയി. അങ്ങനെ രക്ഷപ്പെട്ടു. ഓ, തിരിച്ച് ഇതേ റോള് വന്നപ്പോഴും ഇതുപോലെ പിടിക്കാൻ നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ അഡ്വഞ്ചർ കാണിക്കേണ്ടി വന്നു? ഇഷ്ടം പോലെ. ആരെ അങ്ങനെ കഷ്ടപ്പെട്ട് ഒരുപാട് പേര്. ഞങ്ങളൊരു 420 കേസിനടുത്ത് പിടിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ഇങ്ങനെയൊക്കെയാ. പക്ഷെ അതില് ഇപ്പം എടുത്തു ചാടിയാൽ നിങ്ങൾ കൂടെ ചാടുമായിരിക്കും അല്ലേ? കൂടെ ചാടും. അങ്ങനെ ഓടിച്ചിട്ട് പിടിക്കും. ഞങ്ങളെ കണ്ടാൽ തപ്പിച്ച് പോകത്തില്ല കാട്ടിന്ന്. അങ്ങനെ ഒരു അതായത് ഈ ടെക്നിക്കൊക്കെ നിങ്ങൾക്ക് അറിയുന്നോണ്ട് അവർക്ക് ഈസി ആയിട്ട് പിടിക്കപ്പെടും. ഓക്കെ. ഇപ്പോൾ ഇത് എല്ലാം മാറി. അതായത് ഈ അന്നത്തെ ആ ഒരു 97-ന് മുമ്പുള്ള സ്ഥലമേ അല്ല, അതെല്ലാം നന്നായിട്ട് കുറഞ്ഞു. ഒന്നുമില്ലാതെ 10 വർഷമായി. അതിൽ എക്സ്വൈനൊക്കെ വലിയ പങ്കുണ്ട്. പിന്നെ അപ്പോൾ അന്ന് വിമർശിച്ചിരുന്ന ആൾക്കാരുടെക്കെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ഒരു മറുപടി, കള്ളന് താക്കോല് കൊടുത്താൽ കള്ളന് നന്നാവാം, അത് പരിപൂർണമായിട്ട് സംരക്ഷിക്കാം എന്നുള്ളൊരു മെസ്സേജ് കൂടിയായി. ഇപ്പോഴും ആനവേട്ട അല്ലെങ്കിൽ വന്യവിഭവ കടത്തും ഒക്കെ നടക്കുന്നൊക്കെ ഉണ്ടല്ലോ. ഇപ്പം വലിയ നെറ്റ്വർക്കാണ്. ഇപ്പം ഞാൻ മുഴുവൻ വനങ്ങൾ ഇവിടെ പെരിയാറും ഉദ്ദേശിച്ചിട്ടല്ല, മുഴുവൻ കേരളത്തിലും. ഞങ്ങളുടെ പെരിയാറിൽ ഒരു കേസും ഇല്ല. അല്ലാതെ മുഴുവനുള്ള കേരളത്തിലുള്ള വനങ്ങൾ നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതായിരിക്കില്ല, പക്ഷെ നെറ്റ്വർക്ക് ഇപ്പോഴും ഇല്ലേ? അതിന് വലിയ നെറ്റ്വർക്ക് ഇല്ലേ ഇപ്പോഴും? ഇല്ല, എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. ഞങ്ങളുടെ ഏരിയയിൽ ഞങ്ങൾ സേഫാ. ഞങ്ങൾക്ക് ഇന്ന് ഒരു പ്രശ്നവും ഇല്ല. അഥവാ എന്തെങ്കിലും ഉണ്ടായാൽ ഞങ്ങൾ മുൻപന്തിയിൽ ഇറങ്ങുകയും ചെയ്യും, പിടിക്കുകയും ചെയ്യും. ഒറ്റ കാര്യം കൂടെ, എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു
ഇപ്പൊ അങ്ങനെയല്ല അങ്ങനെ ഒരു ഫീൽഡിൽ നിന്ന് മാറിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അത് വേണ്ട എന്ന് തീരുമാനിച്ചത് മേഡം. മനസമാധാനമാണ് പണത്തെക്കാളും ഏറെ അല്ലല്ല മേഡം, പ്രധാനപ്പെട്ടത്. ഞങ്ങളുടെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണിക്ക് പോയാൽ ചെറിയ പൈസയെ കിട്ടുകയുള്ളൂ. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂലിപ്പണിക്ക് പോയാൽ പോലും നല്ലൊരു 1000 രൂപ കിട്ടും. ഒരു ആൾ 30 ദിവസം പണിക്ക് പോയാൽ 30,000 രൂപ കിട്ടും. പിന്നെ അവന് ഈ വനം കൊള്ളയടിക്കാൻ പോകേണ്ട ആവശ്യമില്ല. അങ്ങനൊരു ഇതായി. അന്നത്തെ ഞങ്ങളുടെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ജോലിയില്ല. അതാ മെയിൻ. പണത്തെക്കാൾ വലുത് മനസ്സമാധാനവും ഒരു സത്യസന്ധതയുമാണ് എന്നുകൂടിയാണ് പിന്നെ അല്ലേ? അതിൻ്റെ ഒരു സന്തോഷമാണ് ഉള്ളത്. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ സാബു ജോർജ്. ഓക്കെ, താങ്ക് യു.